Okay, fine. So we can do some previous year problems in this class. So first problem. Uh, Draw the transfer curve of the following circuit. Okay, what is the transfer curve? It's input output relation. Okay, what is the waveform while we plot input versus output? That is the transfer curve. Okay, so that was the question, and ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ചോദിച്ചതാണ്. പക്ഷേ അതിൻ്റെ പല ആസ്പെക്ട്സിൽ നിന്നുകൊണ്ട് നമുക്ക് ആ പ്രോബ്ലത്തിന് നോക്കാം. സോ ക്യാൻ ഹാവ് in So in this we can have a feedback circuit, diode feedback circuit in inverting terminal, and this is non-inverting terminal. I am applying input voltage. So this is simply a non-inverting amplifier. Okay, so let this is R1, this is R2, this is R3, and this is D1, and this is D2. So this is the circuit, and ഈ പ്രോബ്ലത്തിൽ ഈവൻ ഓപ്പറേഷൻ ആംപ്ലിഫയർ ഐഡിയൽ ആണെന്നൊന്നും വന്നിട്ടില്ല, ബട്ട് യു ക്യാൻ അസ്യൂം ദാറ്റ് ദ ഓപ്പറേഷൻ ആംപ്ലിഫയർ ഈസ് ഐഡിയൽ. ഓക്കെ, ഓപ്പറേഷൻ ആംപ്ലിഫയർ ഐഡിയലായിട്ട് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ വാട്ട് വിൽ ബി ദ ട്രാൻസ്ഫർ കർവ്? Okay, what will be the circuit if D1 and D2 is not present? If D1 and D2 are not present in this circuit, what will be the circuit? This is just a non-inverting amplifier. Non-inverting amplifier with a gain 1 plus RF by R1, where RF is the effective resistance of the R2 and R3. Parallel R2 and R3 effective resistance ആണ്. That is RF, we can be says that 1 by RF is equal to 1 by R2 plus 1 by R3. That is R2 R3 divided by R2 plus R3 is equal to RF. From that we can find out the gain. Okay, so what will be the transfer curve? ഈ സർക്യൂട്ടിൽ ഞാൻ രണ്ട് മൂന്ന് ആസ്പെക്ട്സ് പറയാം. ഇഫ് D1 and D2 are not there, then ട്രാൻസ്ഫർ കർവ് എങ്ങനെ ഇരിക്കും? D1 and D2 ഇല്ലെങ്കിൽ you can say like that. This is plus V in minus V in, that is in the x-axis we are input, this is plus V out and minus V out. So how will it look like? എങ്ങനെയായിരിക്കും ഇത് കാണുന്നത്? വി ഇൻ കൂടുമ്പോൾ വി ഔട്ട് കൂടും, കാരണം ഇതിനൊരു ഗെയിൻ ഉണ്ട്. ആൻഡ് വെൻ വി ഇൻ ഈസ് ഇൻക്രീസസ് ഇറ്റ്സ് ഇൻ എ ലീനിയർ റിലേഷൻഷിപ്പ് വിത്ത് വി ഔട്ട്, ആൻഡ് minus V in is increased, it will be like this.
if d1 and d2 are not there. Okay, if d1 and d2 are there, and if it is having a cutoff voltage of, let d1 having a cutoff voltage of 0.7 and d2 having a cutoff voltage of 0.7. ഈ പ്രോബ്ലത്തിൽ d1 and d2 ന് ഒരു കട്ട് ഓഫ്, if d1 and d2 is even there and this is considered as ideal ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, d1 ഉം d2 ഉം ഇല്ലാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ്. കാരണം എന്താണ്, if d1 and d2 is not there എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റീവ് അങ്ങനെയാണ് കിട്ടുന്നത്. if d1 and d2 is there, then RF is equal to R2 R3 divided by R2 plus R3. Okay, so what will be this slope എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RF by R1 ൻ്റെ ആ ഗെയിൻ്റെ ആ സ്ലോപ്പ് തന്നെയായിരിക്കും കിട്ടുക. 1 plus RF by R1 ൻ്റെ സ്ലോപ്പായിരിക്കും നമുക്ക് ഗെയിനിൽ കിട്ടുക. ഓക്കെ, ഈ സ്ലോപ്പ് എന്ന് പറയുന്നത്. Okay, d1 d2 is not there. If d1 and d2 is there, and ideal, അടുത്ത കേസ് ആയിട്ട് ഞാൻ പറയാണ്, ഐഡിയൽ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ട് what will be the gain? എന്തായിരിക്കും ഗെയിൻ? പോസിറ്റീവ് സൈക്കിളിൽ വി ഔട്ടും പോസിറ്റീവ് ആയിരിക്കും അല്ലേ, കാരണം ഇത് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. സോ അപ്പോൾ ആ ടെർമിനൽ എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് സൈക്കിളിൽ. ഇൻ പോസിറ്റീവ് സൈക്കിൾ ഇറ്റ് വിൽ ബി ദ കറണ്ട് ഈസ് ഫ്ലോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ ഇൻ പോസിറ്റീവ് സൈക്കിൾ അല്ല. നെഗറ്റീവ് സൈക്കിളിലോ കറണ്ട് ഈസ് ഫ്ലോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ. So we can say that if in positive cycle d1 is in closed circuit and d2 is in open circuit, and in negative cycle d1 is open and d2 is closed circuit. ക്ലിയർ ആയോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ആദ്യത്തെ കേസ് എടുത്തത് d1 ആൻഡ് d2 ഈസ് നോട്ട് ദയർ എന്നുള്ള കണ്ടീഷനിലായിരുന്നു. d1 ഉം d2 ഇല്ല എന്നുള്ള കണ്ടീഷനിൽ അത് ഷോർട്ടാണെങ്കിൽ നമ്മുടെ ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്, എഫക്റ്റീവ് R3 ഡിവൈഡഡ് ബൈ R2 പ്ലസ് R3 ആണ്. ദാറ്റ് ഈസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദിസ് R2 ആൻഡ് R3, പാരലൽ R2 ആൻഡ് R3 ആണ്. ഇഫ് d1 d2 ഈസ് ദയർ ആൻഡ് ഇറ്റ്സ് ഫൗണ്ട് ടു ബി ഐഡിയൽ ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? പോസിറ്റീവ് സൈക്കിളിൽ എന്താണ് സംഭവിക്കുന്നത്? പോസിറ്റീവ് സൈക്കിളിൽ ദിസ് വി ഔട്ട് ഈസ് ഓൾസോ പോസിറ്റീവ്. സോ ദ കറണ്ട്, ഞാൻ ഈ വരച്ചിരിക്കുന്നത് തിരിഞ്ഞു പോയി. പോസിറ്റീവ് സൈക്കിളിൽ വി ഔട്ടും പോസിറ്റീവ് ആയിരിക്കും. സോ ഹിയർ ഇറ്റ് ഈസ് ഓൾസോ പോസിറ്റീവ്. സോ ദ കറണ്ട് ഈസ് ഫ്ലോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ആൻഡ് ഇൻ നെഗറ്റീവ് സൈക്കിളിൽ ഹിയർ ഇറ്റ് ഈസ് നെഗറ്റീവ്. Here it is negative, so the current is flowing in the opposite direction. Okay, so if d1 and d2 is there and it is ideal, at that time also this relation is like this, but in this positive cycle this is 1 by R2 divided by R1, and here it is 1 plus R3 divided by R1. This slope is like this. Okay, and if d1 and d2 is there, and if it is the cutoff voltage, if d1 and d2 is there with 0.7 voltage cutoff voltage,
then what will be the waveform look like? At that time we can find that. So after 0.7 voltage only it will be like this. voltage വരെ both positive and negative cycle diode open circuit പോലെ ആയിരിക്കും ഇരിക്കുക. D1 and D2 0.7 voltage വരെ positive 0.7 voltage വരെ D1 open circuit ആയിരിക്കും, negative 0.7 voltage വരെ D2 open circuit ആയിരിക്കും. So that means there will be no conducting, current conduct ചെയ്യത്തില്ല. Okay, so this transfer curve will be look like this. Okay, ഞാനത് ഡിഫറെൻറ്റ് കണ്ടീഷനിൽ ഈ പ്രോബ്ലത്തിൽ ഡിഫറെൻറ്റ് കണ്ടീഷനിൽ എങ്ങനെയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. സോ ഈ ആസ്പെക്ട്സ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? നിങ്ങൾ തന്നെ ഇത് ജസ്റ്റ് ഡിഫറെൻറ്റ് കണ്ടീഷനിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സിൽ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് അത് ഓരോ ആസ്പെക്ട്സിലും എങ്ങനെയായിരിക്കും അത് കിട്ടുക എന്നുള്ളത് നോക്കുക. ഇപ്പം അങ്ങനെ കിട്ടാത്തതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് അറിയില്ലാത്തത് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. നമുക്ക് ഒത്തിരി പേർക്ക് കിട്ടാത്തതാണെങ്കിൽ നമുക്കത് ക്ലാസ്സിൽ ചെയ്യിക്കാം. ഓക്കെ, there is another problem. This was also asked in a previous year question. So draw this transfer curve. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലം തന്നെ ഈ ട്രാൻസ്ഫർ കർവ് പോലത്തെ വെച്ചിട്ടുള്ള എല്ലാ പ്രോബ്ലം തന്നെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുക. സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. ഈ എല്ലാ കണ്ടീഷനിലും തന്നെ ഓപ്പറേഷൻ ആംപ്ലിഫയർ നമ്മൾ ഐഡിയലായിട്ടാണ് എടുക്കുന്നത്. So this will be the another problem. Okay, draw the transfer curve of this circuit. Okay, before that ഞാനൊരു കാര്യം കൂടി പറയാം. ഈ പ്രോബ്ലത്തിനകത്ത് നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാനായിട്ട് പറ്റും. ഇഫ് this R1 R2 R3 resistance different കണ്ടീഷനിൽ എന്തായിരിക്കും? ഓക്കെ, if R1 R2 is R3, then this condition also what will be the draw the transfer curve. ആ കണ്ടീഷനിൽ എന്തായിരിക്കും ട്രാൻസ്ഫർ കർവ് എന്ന് നിങ്ങളൊന്ന് വരച്ച് നോക്കുക.
Okay, if R1 is greater than R2 is R1 is less than R2 is less than R3, അതായത് R3 ആണ് R2നേക്കാളും R1നേക്കാളും വലുതെങ്കിൽ വാട്ട് വിൽ ബി ദ ട്രാൻസ്ഫർ കർവ്. അപ്പോൾ എന്താണ് ഇതിനകത്ത് സംഭവിക്കാൻ സാധ്യത? അവസാനത്തെ ഈ പ്രോബ്ലം പോലെ തന്നെയായിരിക്കും നമുക്ക് കിട്ടാൻ പോവുക, പ്രൊവൈഡഡ് ഈ സ്ലോപ്പിനൊരു ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, ഈ പോസിറ്റീവ് സൈക്കിളിൽ ഏത് റെസിസ്റ്റൻസ് ആണ് കൂടുതൽ? ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ആണ് കൂടുതൽ. അപ്പം ഗെയിൻ കൂടുതലായിരിക്കും. 1+R/R1 ഗെയിൻ കൂടുതലായിരിക്കും. സോ ഗെയിൻ കൂടുതലാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഈ സ്ലോപ്പിന് ഗെയിൻ കൂടുതലാണെങ്കിൽ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഗെയിൻ കുറവാണെങ്കിലോ ഇതിങ്ങോട്ടേക്ക്. If gain is high, it will be like this. If gain is low, it will be like this. ഓക്കെ, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ആ സ്ലോപ്പിൻ്റെ ഇതിനകത്ത് പൊസിഷനിൽ മാത്രമാണ് വ്യത്യാസം ഉണ്ടാവുള്ളൂ. ബട്ട് ബാക്കിയുള്ള ഇതുപോലെ തന്നെ ഇരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ആ ഐഡിയ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ യു ക്യാൻ ഡു ദാറ്റ് ആസ്പെക്ട്സ് ഓൾസോ. ഓക്കെ, സോ ഈ പ്രോബ്ലത്തിനകത്ത് നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു റെഫറൻസ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ സീ ദാറ്റ് ദർ ഈസ് എ റെഫറൻസ് വോൾട്ടേജ് വിത്ത് ദിസ് ഇൻപുട്ട് വോൾട്ടേജിൻ്റെ കൂടെ തന്നെ ഒരു റെഫറൻസ് വോൾട്ടേജോടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ ഡ്രോ ട്രാൻസ്ഫർ കർവ്. ഓക്കെ, ഈ പ്രോബ്ലത്തിനകത്ത് നമ്മൾ എപ്പോൾ ഒരു റെഫറൻസ് വോൾട്ടേജോടെ ഇൻപുട്ടിൽ കൊടുക്കുന്നുണ്ടോ ആ കേസിനകത്ത് നിങ്ങൾ എന്ത് കണ്ടീഷനോടെ ട്രാൻസ്ഫർ ചെയ്യണം? ഈവൻ വെൻ ദ ഇൻപുട്ട് ഈസ് 0, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണെന്ന് കൺസിഡർ ചെയ്യണം. ഓക്കെ, എന്നാലാണ് ട്രാൻസ്ഫർ കർവ് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം ഇൻപുട്ട് Vin 0 ആകുമ്പോൾ എങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടുക എന്ന് നോക്കാം. V0 പ്ലസ് V0യിലാണോ മൈനസ് V0യിലാണോ ഔട്ട്പുട്ട്, അത് എത്ര ഇതാണെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആഫ്റ്റർ ദാറ്റ് പോസിറ്റീവ് സൈക്കിളിൽ എങ്ങനെയാണ് നമുക്ക് Vin അനുസരിച്ച് Vout വേരി, പോസിറ്റീവ് Vin വേരി ചെയ്യുമ്പോൾ എങ്ങനെയാണ് Vout വേരി ചെയ്യുന്നതെന്ന് നോക്കാം. നെഗറ്റീവ് Vin ചെയ്യുമ്പോൾ എങ്ങനെയാണ് Vout വേരി ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇൻ ദിസ് കേസിൽ നമ്മളൊരു +20 വോൾട്ടേജ് തന്നെ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഞാനിപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഒന്നും കൊടുക്കാത്തപ്പോഴും ഈ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ എനിക്ക് എന്താണ് കിട്ടുക? ഇൻവേർട്ടിംഗ് ടെർമിനലിൽ നമുക്ക് ഒരു പോസിറ്റീവ് വോൾട്ടേജാണ് കിട്ടുക. ഈ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഒരു പോസിറ്റീവ് വോൾട്ടേജാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ എപ്പോഴും ഒരു നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഈവൻ ദിസ് Vin ഇൻപുട്ട് 0 ആണെങ്കിൽ പോലും ഡ്യൂ ടു ദിസ് പോസിറ്റീവ് ഇൻപുട്ട് +20 വോൾട്ടേജ് ഒരു ഇൻപുട്ട് മൂലം നമുക്ക് ഔട്ട്പുട്ടിൽ നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും കിട്ടുക. ഓക്കെ, ഞാൻ ഇനീഷ്യലി കേസ് 1 ആയിട്ട് എടുക്കാം. കേസ് 1, when Vin is 0 voltage, then also inverting ടെർമിനലിൽ ഒരു പോസിറ്റീവ് വോൾട്ടേജ് ഉണ്ടാവും ഡ്യൂ ടു +20 വോൾട്ടേജ്. ഓക്കെ, ഇവിടെ ഒരു പോസിറ്റീവ് വോൾട്ടേജ് ഉണ്ടാവും. ദെൻ വി നോ ദാറ്റ് കൺസിഡർ, ഞാനിവിടെ ഈ ഔട്ട്പുട്ടിന് V01 എന്ന് വല്ലതും കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ദെൻ V01 ഈസ് നെഗറ്റീവ്. V01 നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താ? ഇത് ഇൻവേർട്ടിങ് ടെർമിനലാണ് സിഗ്നൽ കൊടുത്തേക്കുന്നത്. സോ V01 ഉറപ്പായിട്ടും നെഗറ്റീവ് ആയിരിക്കും ഡ്യൂ ടു ദിസ് പോസിറ്റീവ് വോൾട്ടേജ് ഈവൻ ദ Vin ഈസ് 0. ഓക്കെ, ദെൻ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് V01 നെഗറ്റീവ് ആണെങ്കിൽ ഈ ഡയോഡിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും? ഡയോഡ് D1 എന്തായിരിക്കും? ഡയോഡ് D1 വിൽ ബി ഇൻ റിവേഴ്സ് ബയാസ്, D2 in forward bias. Okay, clear? At that condition
D1 is reverse bias and D2 is forward bias. D1 എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആയിരിക്കണം, D2 എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ് ആയിരിക്കും. Isn't it? കാരണം എന്താ? ഡ്യൂ ടു ദിസ് പ്ലസ് വോൾട്ടേജ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ മൈനസ് ആണ്. സോ മൈനസ് ആണ്. V01 നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും കിട്ടുക. V01 നെഗറ്റീവ് പൊട്ടൻഷ്യലാണ്. ഈ D2 ഫോർവേഡ് ബയാസ് ആയിരിക്കും, D1 ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. സോ വാട്ട് വിൽ ബി ദ സർക്യൂട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 വോൾട്ടേജ് ആയിരിക്കും. കാരണം എന്താ? ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് ഒന്നും എടുക്കുന്നില്ല ഇപ്പോൾ. ഓക്കെ, at that condition I can condition circuit will be സർക്യൂട്ട് എങ്ങനെയായിരിക്കും? സർക്യൂട്ട് ഞാൻ ജസ്റ്റ് റീഡ്രോ ചെയ്യാം. നമുക്ക് ഫർദർ ഇനി നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല. നെഗറ്റീവ് പോസിറ്റീവ് R plus 20 voltage and this is V in R. This is V0. Circuit will be like this. കാരണം എന്താണ്? D1 എന്ന് പറയുന്നത് ഹിയർ, D2 എന്ന് പറയുന്നത് ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കും, D1 ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. സോ ദർ വിൽ ബി നോ, ദ സർക്യൂട്ട് വിൽ ബി ലുക്ക് ലൈക്ക് ദിസ് ബിക്കോസ് ഹിയർ ഇറ്റ് ഈസ് ഷോർട്ട് സർക്യൂട്ട്. ഓക്കെ, D2 is short circuit, D1 is open circuit ആയിരിക്കും. So there will be no connection between. In that condition the circuit will be look like this. So V0 will be 0 voltage. At that time V0 will be 0 voltage. Okay. ഇനി പോസിറ്റീവ് സൈക്കിളിൽ എന്താണ് സംഭവിക്കുക? പോസിറ്റീവ് സൈക്കിളിൽ എന്താണ്? ഇവിടെ +20 ആണ്. ഇവിടെ ഒരു പോസിറ്റീവ് സൈക്കിളിൽ പോസിറ്റീവ് വോൾട്ടേജ് തന്നെയാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ കണ്ടീഷനിൽ തന്നെയായിരിക്കും വരിക. കാരണം എന്താണ്? കാരണം ഈ കണ്ടീഷനിൽ എപ്പോഴൊക്കെ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ ഒരു പോസിറ്റീവ് വോൾട്ടേജ് വരുന്നു അപ്പോഴൊക്കെ എന്താണ്? ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിരിക്കും. ഡ്യൂ ടു ദിസ് ഇൻവെർട്ടിംഗ് ആംപ്ലിഫിക്കേഷൻ സ്റ്റേജ് ദിസ് വിൽ ബി നെഗറ്റീവ് ആയിരിക്കും. സോ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് നെഗറ്റീവ് ആണെങ്കിൽ സർക്യൂട്ട് വിൽ ബി ലുക്ക് ലൈക്ക് ദിസ് ബിക്കോസ് ഡയോഡ് D1 റിവേഴ്സ് ബയാസിലും D2 ഫോർവേഡ് ബയാസിലായിരിക്കും. So there will be no connection between the input and output. Okay, so in positive cycle also the circuit will be in above condition. അതിനകത്ത് ഡൗട്ട് ഉണ്ടോ? സർക്യൂട്ട് ഈ കണ്ടീഷനിൽ തന്നെയായിരിക്കുമെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ? കാരണം എന്താണ്? ഇവിടെ +20 ആണ്, ഇവിടെ ഇനി ഒരു പോസിറ്റീവ് വോൾട്ടേജ് തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ എഫക്റ്റ് എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് വോൾട്ടേജ്, ഈ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആയിരിക്കും. ഇൻവെർട്ടിംഗ് ടെർമിനൽ പോസിറ്റീവ് വോൾട്ടേജ് ആണെങ്കിൽ സർക്യൂട്ട് വിൽ ബി ഓൾവേസ് ലുക്സ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇൻ ദാറ്റ് കണ്ടീഷൻ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം ട്രാൻസ്ഫർ കർവ് വരയ്ക്കുകയാണ്, +Vin-ഉം +Vout-ഉം വരയ്ക്കുകയാണെങ്കിൽ +Vin ആൻഡ് +Vout വരയ്ക്കുകയാണെങ്കിൽ എപ്പോഴും പോസിറ്റീവ് സൈക്കിളിൽ 0 വോൾട്ടേജ് മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. 0 ടു പോസിറ്റീവ് Vin-ൽ Vout വിൽ ബി ഓൾവേസ് 0 വോൾട്ടേജ് തന്നെയായിരിക്കും. ഓക്കെ, ഇനി എപ്പോഴാണ് എനിക്ക് ഈ സർക്യൂട്ടിലൊരു ചേഞ്ച് വരിക? ഈ സർക്യൂട്ടിൻ്റെ കണ്ടീഷനിൽ എപ്പോഴാണ് ഒരു ചേഞ്ച് വരിക? whenever this input voltage, inverting terminal voltage ഒരു നെഗറ്റീവ് വോൾട്ടേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻഎഫക്റ്റ് നെഗറ്റീവ് വോൾട്ടേജ് ആയി കഴിഞ്ഞാൽ, ആകെ ഒരു നെഗറ്റീവ് വോൾട്ടേജ് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ V01 എന്ന് പറയുന്നത് പോസിറ്റീവ് വോൾട്ടേജ് ആവും. ദെൻ ദിസ് കണ്ടീഷൻ വിൽ ബി ചേഞ്ചസ്. ഓക്കെ, അങ്ങനെ വരാൻ എന്ത് ചെയ്യണം? അങ്ങനെ വരാൻ ഈ +20 വോൾട്ടേജിനേക്കാളും കൂടുതൽ ഒരു വോൾട്ടേജ് ഇവിടെ വരണം.
ബട്ട് ഇവിടെ നമ്മൾ കാണുമ്പോൾ അറിയാൻ പറ്റും ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 4R ആണ്, ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R ആണ്. അപ്പോൾ 20 വോൾട്ടേജിനേക്കാളും കൂടുതലുള്ളൊരു വോൾട്ടേജ് വരണ്ട, കാരണം 20 വോൾട്ടേജ് കൊടുക്കുന്നത് 4R റെസിസ്റ്റർ വഴിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ റെസിസ്റ്ററിൻ്റെ 4 മടങ്ങുള്ള റെസിസ്റ്റർ വഴിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ റെസിസ്റ്ററിന് അത് കാരണം Vin എന്ന് പറയുന്നത് +20നേക്കാളും കൂടുതൽ കൊടുക്കണ്ട. അപ്പോൾ ആ എൻ എഫക്റ്റ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഈ സർക്യൂട്ടിന് ചേഞ്ച് വരുന്നത് എപ്പോഴാണ്? ഈ ടെർമിനലിൽ ഒരു നെഗറ്റീവ് വോൾട്ടേജ് വരുമ്പോഴാണ്. ഈ ടെർമിനലിൽ ഒരു നെഗറ്റീവ് വോൾട്ടേജ് വരുമ്പോൾ നമുക്ക് എങ്ങനെയിരിക്കും ഈ സർക്യൂട്ട്, അത് നമുക്ക് നോക്കാം. when that inverting terminal voltage is a negative one. എഫക്റ്റീവ് ഇൻവെർട്ടിംഗ് ടെർമിനൽ വോൾട്ടേജ് എന്ന് ഞാൻ പറയുകയാണ്. കാരണം എന്താണ്, വേറൊരു റെഫറൻസ് വോൾട്ടേജ് അവിടെ കൊടുത്തേക്കുന്ന കാരണം is negative, then the circuit എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. സോ ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ the D2 is in reverse bias, so this will be open, and D1 is in forward bias, so this will be closed. D1 is closed. So at that condition D1 is closed and D2 is open. At that time circuit become സർക്യൂട്ട് എങ്ങനെ ഇരിക്കും, ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒരു സർക്യൂട്ട് കാണുമ്പോൾ തന്നെ എങ്ങനെയാണെന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ ഇൻ നെഗറ്റീവ് ടെർമിനൽ ആൻഡ് ഹിയർ R +20 Vin, and here D1 is open and can have R2, and D2 is closed. The circuit will be look like this. So this effective feedback is 0. 0 അല്ല, ഓപ്പൺ ആയിട്ടായിരിക്കും. സോ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആണ്. സോ ദിസ് ഈസ് ക്ലോസ്. സോ ദിസ് ഈസ് ജസ്റ്റ് എ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ സ്റ്റേജിലാണ് അല്ലേ. ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ സ്റ്റേജിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെയാണ് കിട്ടുക? ലെറ്റ് this voltage is VA is 0, and we can say that VA minus 20 divided by 4R. If we apply KCL, VA minus Vin divided by R plus VA minus Vout divided by R is equal to 0 എന്ന് കിട്ടും. Where VA is equal to 0, so we can be says as minus 20 by 4R minus Vin by R is equal to Vout by R. Okay, minus 20 by R, so minus 5, R cancel ആയി പോകും. So minus Vin is equal to Vout എന്ന് കിട്ടും. സോ ഇതെപ്പോഴാണ് ആവുന്നത്? നെഗറ്റീവ് വോൾട്ടേജ് ആകുമ്പോൾ മാത്രമേ ആവുള്ളൂ. ഇൻഎഫക്റ്റീവ് നെഗറ്റീവ് വോൾട്ടേജ് ആകുമ്പോൾ. ഓക്കെ, ഈ വോൾട്ടേജ് കിട്ടും. ഓക്കെ, ലെറ്റ് my Vin is equal to minus 5 voltage. What will be the output voltage? So minus 5 minus 5
is equal to 0 voltage. When V in is equal to minus 10 voltage ആയിരുന്നു വിചാരിക്കുക. This is the equation, final equation we got from this circuit. So minus 10 voltage ആയി, minus 5 minus 10 voltage is my V out. It is 5 voltage. Effective voltage will be 5 voltage. When V in is equal to minus 15 ആയിരുന്നു വിചാരിക്കുക. Minus 5 minus 15 is equal to V out 10 voltage. Okay. So after this, if V in voltage is greater than minus 5 voltage, negatively greater than minus 5 voltage ആണെങ്കിൽ മാത്രമേ ഈ സർക്യൂട്ട് വാലിഡ് ഉള്ളൂ. അല്ലാത്ത ഈ സർക്യൂട്ടിനകത്ത് എനിക്കിപ്പം 0 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വി ഇൻ എന്ന് പറയുന്നത് 0 വോൾട്ടേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ വാലിഡ് ആവുമോ? ഈ ഇക്വേഷൻ വാലിഡ് ആവില്ല. കാരണം എന്താണ്, എനിക്ക് ഈ സർക്യൂട്ട് കിട്ടത്തില്ല. വെൻ വി ഇൻ ഈസ് ഈക്വൽ ടു 0, എൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് ഈ സർക്യൂട്ടായിരിക്കും. അറ്റ് ദാറ്റ് ടൈമിൽ എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാവില്ല. ഓക്കെ. ഇഫ് വി ഇൻ ഈസ് ഗ്രേറ്റർ ദാൻ മൈനസ് 5 വോൾട്ടേജിനേക്കാളും ഗ്രേറ്റർ, ഈ ഇക്വേഷൻ വെച്ചിട്ട് മൈനസ് 5 വോൾട്ടേജിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ മാത്രമാണ് ഈ ഇക്വേഷൻ വാലിഡ് ആവുള്ളൂ. ഓക്കെ. അത് നമുക്കിവിടെ കാണുമ്പോൾ അറിയാം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ 4R റെസിസ്റ്ററാണ് കൊടുത്തത്, ഇവിടെ R റെസിസ്റ്ററാണ് കൊടുത്തത്. അപ്പോൾ എഫക്റ്റീവ്ലി ഇവിടെ ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ +5 വോൾട്ടേജിൻ്റെ എഫക്റ്റീവേ ഉള്ളൂ. കാരണം ഇവിടെ 4Rഉം ഇവിടെ വെറും ഒരു R എന്ന് പറഞ്ഞ റെസിസ്റ്ററാണ് കൊടുത്തത്. ഇതിൻ്റെ 4 times ഗ്രേറ്റർ ആണ്. അപ്പം ഇവിടുത്തെ എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് +5 വോൾട്ടേജിന് ഡിവൈഡഡ് +20 ഡിവൈഡഡ് ബൈ 4, അതായത് +5 വോൾട്ടേജിൻ്റെ എഫക്റ്റീവേ ഉള്ളൂ. അപ്പോൾ +5 വോൾട്ടേജിനേക്കാളും ഓവർകം ചെയ്യാവുന്ന ഒരു നെഗറ്റീവ് വോൾട്ടേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് ഈ സർക്യൂട്ടിൻ്റെ കണ്ടീഷൻസ്, ഈ കണ്ടീഷനിലേക്ക് എത്തുള്ളൂ. അല്ലാത്ത കണ്ടീഷനിലൊക്കെ ഈ സർക്യൂട്ടിന് ഈ കണ്ടീഷനിലായിരിക്കും അറ്റ് ദാറ്റ് ടൈം ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാവില്ല. ഓക്കെ. സോ എങ്ങനെയിരിക്കും ഇതിൻ്റെ ആകെയുള്ള ഒരു ട്രാൻസ്ഫർ കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയിരിക്കും? സോ ഇറ്റ് വിൽ ബി plus V in minus V in plus V out minus V out. Okay, in positive cycle there will be no output, so I can use another ring. It will be like this. And in negative cycle, what will be up to minus 5 voltage, the output will be 0. Okay, up to minus 5 voltage. Then after that, if we increase minus 5 voltage into minus 6 voltage, what will be that output voltage? My output voltage is +1 voltage. Okay, so it will be like this. So it will be increased like this. Okay, hope this is clear. Clear ആയെന്ന് വിചാരിക്കുകയാണ്. ഞാൻ കർവ് പറയാം. -15 വോൾട്ട്. ഓക്കെ. സോ ഇൻ നെഗറ്റീവ് സൈക്കിളിൽ എൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ. ഇങ്ങനെ ആ ഇക്വേഷൻ കിട്ടുന്നത് എപ്പോൾ തൊട്ടാണ്? എൻ്റെ വി ഇൻ എന്ന് പറയുന്നത് -5 വോൾട്ടേജ് ആകും. -5 വോൾട്ടേജ് ആകുമ്പോൾ എന്താണ് കിട്ടുക? -5 -5 എന്ന് കിട്ടുമ്പോൾ +5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് വി ഔട്ട് വിൽ ബി 0. എൻ്റെ വോൾട്ടേജിന് വി ഇൻ എന്ന് പറയുന്നത് -6 വോൾട്ടേജ് ആകുമ്പോൾ -5 -6 എന്ന് പറയുന്നത് -5 +6 എന്നുള്ള ഇതാവും. അപ്പോൾ എനിക്ക് എന്താവും? 1 വോൾട്ടേജ് ആവും. ഇനി -7 ആവുമ്പോഴോ എനിക്ക് +2 ആയിരിക്കും, +2 വോൾട്ടേജ് ആയിരിക്കും ഇൻ എഫക്റ്റ് വി ഔട്ടിൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് വി ഇൻ 0യിൽ കൊടുത്തത്. വി ഇൻ -10ൽ കിട്ടുന്നത് എഫക്റ്റീവ് +5 വോൾട്ടേജ് ആയിരിക്കും. വി ഇൻ -50ൽ കിട്ടുന്നത് എഫക്റ്റീവ് +10 വോൾട്ടേജ് ആയിരിക്കും. സോ എനിക്ക് -5ൽ 0 ആണ് കിട്ടുക, -10ൽ എഫക്റ്റീവിൽ കിട്ടുന്നത്
+5 വോൾട്ടേജ് ആയിരിക്കും. -15 സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്, ഇറ്റ് വിൽ ബി +10 വോൾട്ടേജ് -15. സോ ലീനിയർ ആയിട്ട് പറഞ്ഞു. പോസിറ്റീവ് സൈക്കിളിൽ എപ്പോഴും 0 ആയിരിക്കും. കാരണം എന്താ, ഈവൻ 0 വോൾട്ടേജിൽ എനിക്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്, ഈവൻ എനിക്ക് പോസിറ്റീവ് സൈക്കിളിൽ എന്താ കേസ് 1 Vin 0 ആവുമ്പോൾ എന്താണ് കിട്ടുക? Vin 0 ആകുമ്പോൾ ഡ്യൂ ടു ദിസ് +20 വോൾട്ടേജ് ഇൻവെർട്ടിംഗ് ടെർമിനലിൽ എനിക്കൊരു പോസിറ്റീവ് വോൾട്ടേജ് ആണ് കിട്ടുക. ഇൻവെർട്ടിംഗ് ടെർമിനലിൽ പോസിറ്റീവ് വോൾട്ടേജ് ഇട്ട് കഴിഞ്ഞാൽ V01 നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും കിട്ടുന്നത്. V01 നെഗറ്റീവ് വോൾട്ടേജ് ആണെങ്കിൽ D1 എന്ന് പറയുന്ന റിവേഴ്സ് ബയാസിലായിരിക്കും. സോ ഇറ്റ് വിൽ ബി ഓപ്പൺ. D2 ഈസ് ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കും, ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. അതുകൊണ്ട് ഈ സർക്യൂട്ട് ഇങ്ങനെയായിരിക്കും കിട്ടുക. അപ്പോൾ ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത് ഇവിടെ നിന്നാണ്. ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടുമായിട്ട് യാതൊരു കണക്ഷനും ഉണ്ടാവില്ല. ഓക്കെ, സോ ദ സർക്യൂട്ട് ഇൻകംപ്ലീറ്റ് ആണ്. ഔട്ട്പുട്ട് എടുക്കുന്നത് V0 എന്ന് പറയുന്നത് ഓൾവേസ് 0 ആയിരിക്കും. ഈ നെഗറ്റീവ് സൈക്കിളിൽ എന്താണ് സംഭവിക്കുക? ഈ ഡ്യൂ ടു ദിസ് +20 വോൾട്ടേജ് മൂലം, ആ ഒരു വോൾട്ടേജ് മൂലം, അതിൻ്റെ എഫക്റ്റ് മൂലം നെഗറ്റീവിന് അതിനെ എക്സീഡ് ചെയ്യിക്കാനുള്ളൊരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇത് കിട്ടുള്ളൂ. ഈ സർക്യൂട്ടിന് ഞാനിപ്പം ഇവിടെ 4R +20 വോൾട്ടേജും Vin കൊടുത്തിരിക്കുന്ന 6 വഴിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ N എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ +5 വോൾട്ടേജ് വെച്ചിട്ട് 6 വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ അതുപോലെ തന്നെയാണ് കിട്ടുള്ളൂ. ഓക്കെ, ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇവിടെ മൈനസ് വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഈ സർക്യൂട്ട് ഇങ്ങനെയാവുള്ളൂ. ഈ സർക്യൂട്ടിലേക്ക് നെഗറ്റീവ് ഈ സർക്യൂട്ടിലേക്ക് ചേഞ്ച് ചെയ്യുള്ളൂ. ഇവിടെ ഒരു N എഫക്റ്റ് ഈ പോയിന്റിനകത്തായിട്ട് ഒരു ഇതിൻ്റെ ഓവറോൾ എഫക്റ്റ് ഒരു നെഗറ്റീവ് വോൾട്ടേജ് ഇൻപുട്ടിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് സർക്യൂട്ട് ഈ ഷേപ്പിലേക്ക് വരുള്ളൂ. ആ ഓവറോൾ എഫക്റ്റിന് എത്ര വോൾട്ടേജ് ആയിരിക്കും എന്ന് കാണിക്കുന്ന ഇക്വേഷനാണ് ഇത്. -5 Vin = Vout. അപ്പോൾ Vin ഒരു -5 ആണെങ്കിൽ എഫക്റ്റീവ് Vout 0 ആയിരിക്കും കിട്ടുക. Vin ഒരു -6 ആണെങ്കിൽ എഫക്റ്റീവ് Vout 1 ആയിരിക്കും. -7 ആണെങ്കിൽ എഫക്റ്റീവ് Vout 2 ആയിരിക്കും. ഇറ്റ് വിൽ ബി സോ ലീനിയർലി ഇറ്റ് വിൽ ബി ഇൻക്രീസ്. അപ്പം ഈ സർക്യൂട്ട് നോക്കുമ്പോൾ അറിയാം -5 തൊട്ട് ലീനിയർ ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ -10 ആണെങ്കിൽ എഫക്റ്റീവ്ലി +5 വോൾട്ടേജ് ആയിരിക്കും. -50 ആണെങ്കിൽ എഫക്റ്റീവ്ലി +10 വോൾട്ടേജ് ആയിരിക്കും കിട്ടുക. ക്ലിയർ ആയോ നിങ്ങൾക്ക്? നമ്മൾ ഈ സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എഫക്റ്റീവ് ഇൻപുട്ട് കൊടുക്കുന്നത് എത്രയാണ്? എഫക്റ്റീവ് ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത് എത്രയാണ്? ഇതിൻ്റെ രണ്ടിൻ്റെ ആകെത്തുകയാണ്. ഇനിയിപ്പം ഞാനിവിടെ വേറൊരു റെസിസ്റ്ററോടെ വെച്ചിട്ട് വേറൊരു ഇൻപുട്ടോടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുകയോടെ വരുമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? സമ്മായിട്ട് തന്നെയാണ് വരിക. ഇത് ജസ്റ്റ് ഒരു സമ്മർ സർക്യൂട്ടാണ്. നമ്മൾ ഇനിയിപ്പം ഇവിടെ ഒരു റെസിസ്റ്റർ വെച്ചിട്ട് ഒരു VA എന്ന് പറഞ്ഞ ഇൻപുട്ട് കൊടുത്തു, ഇവിടെ അടുത്ത റെസിസ്റ്റർ വെച്ചിട്ട് VB എന്ന് പറഞ്ഞ ഒരു സർക്യൂട്ട് കൊടുത്തു. ഇത് ജസ്റ്റ് ഒരു സമ്മർ സർക്യൂട്ടാണ് വരിക. +20 Vin അങ്ങനെ ഒരു സമ്മർ സർക്യൂട്ടാണ് വരിക. ഓക്കെ, ഇതിൻ്റെ കേസിൽ സമ്മർ സർക്യൂട്ടിനേക്കാൾ ഉപരി വേറൊരു സർക്യൂട്ട് വന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു ഡയോഡിൻ്റെ കോമ്പിനേഷൻ വച്ച കാരണം ഈ സർക്യൂട്ട് ഈ പോസിറ്റീവ് ഇൻപുട്ട് വന്നു കഴിഞ്ഞിട്ട് N എഫക്റ്റ് ഇതിൻ്റെ മൊത്തം ഒരു പോസിറ്റീവ് ഇൻപുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡയോഡ് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ സ്റ്റേജിലാണ് ഇവിടെ കൊടുത്തേക്കുന്ന കാരണം, ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൊടുത്തേക്കുന്ന കാരണം ഈ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് നെഗറ്റീവായി പോകും. ഓക്കെ, ഇൻ എഫക്റ്റ് ഇതിന് പോസിറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവായി പോകും. സോ അറ്റ് ദാറ്റ് ടൈം ദ സർക്യൂട്ട് വിൽ ബി ലുക്ക് ലൈക്ക് ദിസ്, ഇങ്ങനെയായിരിക്കും. സോ ഔട്ട്പുട്ടുമായിട്ട് റിയൽ ഔട്ട്പുട്ടുമായിട്ട് ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടും റിയൽ ഔട്ട്പുട്ട് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടുമായിട്ട് നോ റിലേഷൻ, ഒരു ഇതും ഉണ്ടാവില്ല. ആ സമയത്തൊക്കെ 0 വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ എപ്പോഴാണ് ഈ സർക്യൂട്ട് ചേഞ്ച് ചെയ്യുന്നത്? N എഫക്റ്റ് ഈ ഇൻപുട്ടുകളുടെ വോൾട്ടേജിൻ്റെ ആകെത്തുക എന്ന് പറയുന്നത് നെഗറ്റീവ് ആയി കഴിയുമ്പോൾ മാത്രമാണ് ഈ സർക്യൂട്ട് ചേഞ്ച് ചെയ്ത് ഈ ഫോമിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ മാത്രമാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, അപ്പോൾ മാത്രമാണ് ഇതൊരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ പോലെ വർക്ക് ചെയ്യുകയുള്ളൂ. ക്ലിയർ ആയോ? ഐഡിയ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ആ ഐഡിയോടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈ സർക്യൂട്ടിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ,
അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് വേവ് ഫോം വരുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ഇത് വെച്ചിട്ടുള്ള എല്ലാ സർക്യൂട്ടും, ട്രാൻസ്ഫർ കർവ് വെച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സർക്യൂട്ടും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് കാരണം നിങ്ങൾ ഈ സർക്യൂട്ട്, ഇപ്പം ഞാൻ ചെയ്തേക്കുന്ന സർക്യൂട്ട് ഒന്നോടെ നിങ്ങൾ ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കാതിരിക്കരുത്. ഓക്കെ ഫൈൻ. Can do another problem. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു പ്രോബ്ലം തന്നായിരുന്നു. അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയോ? ഒരു ഡ്യൂട്ടി സൈക്കിൾ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം. അതിൻ്റെ ആൻസർ എനിക്ക് ഒരാൾ അയച്ചു തന്നായിരുന്നു. അദ്ദേഹം കറക്റ്റായിട്ടാണ് അയച്ചു തന്നത്. അത് കാരണം ഞാൻ പിന്നെ അത് ഇനീഷ്യലി അത് പറയാത്തതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയോ? അതിൻ്റെ ആൻസർ 33.33% എന്നാണ് കിട്ടുന്നത്. നിങ്ങൾ നോക്കിയായിരുന്നു അത്? ഞാനത് ചെയ്യണോ? അതിൻ്റെ ആ പ്രോബ്ലം ഒന്നുകൂടെ ചെയ്യണോ? ഇവിടെ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ചെയ്തിട്ട് കിട്ടാത്തതായിട്ടുണ്ടോ? അത് നിങ്ങളാരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? കൂടുതൽ ആളുകൾക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്കത് ചെയ്ത് നോക്കാം. കാരണം അതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ് ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത്. ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ ചെയ്യണമെന്നോ ചെയ്യണ്ടെന്നോ ഒന്ന് പറയാമോ? നിങ്ങളത് ചെയ്ത് നോക്കിയായിരുന്നു? നിങ്ങൾ പേടിക്കാതെ റെസ്പോണ്ട് ചെയ്തോളൂ, കുഴപ്പമില്ല. ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ചെയ്യാം. ഒത്തിരി പേർക്ക് കിട്ടിയില്ലെങ്കിൽ, അഥവാ ഇനി ചെയ്തിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങൾ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെയാണെങ്കിലും ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് അങ്ങനെ കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കണം കേട്ടോ. അത് കിട്ടുന്നില്ല, ആ പ്രോബ്ലം കിട്ടുന്നില്ല. കാരണം ഇതേ ടൈപ്പ് പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് പിന്നെ അല്ലെങ്കിൽ പറ്റത്തില്ല. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് പ്രോബ്ലം ഒന്ന് പെട്ടെന്ന് ചെയ്യാം, അതിൻ്റെ ഐഡിയ എന്താണെന്ന്. ഓക്കെ, സോ ഫൈൻഡ് ഡ്യൂട്ടി സൈക്കിൾ സർക്യൂട്ട്. സോ വളരെ സിമ്പിളായിട്ടൊരു സർക്യൂട്ടായിരുന്നു. sin t ആയിരുന്നു അതിൻ്റെ ഇൻപുട്ട് കൊടുത്തിരുന്നത്. ആൻഡ് ദർ ഇസ് എ റെഫറൻസ് വോൾട്ടേജ് ഓഫ് 4 വോൾട്ടേജ് plus 4 voltage, and here we can apply plus VCC and minus VE. And this is plus 12 voltage and this is minus 12 voltage, and this is my Vout. Okay. So this was the problem. And what is duty cycle? അപ്പോൾ ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കമ്പാരറ്റർ സർക്യൂട്ടാണ്. ഇൻപുട്ടുകൾ കമ്പയർ ചെയ്തിട്ട്, കാരണം ഇതിനകത്ത് ഫീഡ്ബാക്ക് സർക്യൂട്ടൊന്നും ഇല്ലാത്ത കാരണം എപ്പോൾ പോസിറ്റീവ് വോൾട്ടേജിൽ നെഗറ്റീവ് വോൾട്ടേജിനേക്കാളും കൂടുതൽ വരുന്നു, അപ്പം വി ഔട്ട് എന്ന് പറയുന്നത് പ്ലസ് സാച്ചുറേഷനിലേക്ക് പോകും, അല്ലേ? കമ്പാരറ്റർ സർക്യൂട്ട്. ഇപ്പോൾ ഈവൻ ഇപ്പം നെഗറ്റീവ് സർക്യൂട്ടിൽ ഞാൻ 0 ആണ് കൊടുക്കുന്നത്, പോസിറ്റീവ് സർക്യൂട്ടിലാണ് എൻ്റെ 8 sin t എന്ന് പറയുന്ന സർക്യൂട്ട് കൊടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും? ഇപ്പോൾ ഇവിടെ 0 ആണെങ്കിൽ ജസ്റ്റ് ഒരു 0 ക്രോസിംഗ് ഡിറ്റക്ടർ പോലെ ആയിരിക്കും ആക്ട് ചെയ്യുക. എപ്പോൾ ഒരു പോസിറ്റീവ് ടെർമിനലിലെ വോൾട്ടേജ് നെഗറ്റീവിനേക്കാളും കൂടുതലാവുന്നു, അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് പ്ലസ് VCC പ്ലസ് 12ലേക്ക് ടോഗിൾ ചെയ്യും, അല്ലെങ്കിൽ മൈനസ് 12ലേക്ക് ടോഗിൾ ചെയ്യും. ഇവിടെ എന്താണ് സംഭവിക്കുക? ഇവിടെ 4 വോൾട്ടേജ് ആണ് എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുക. ഇൻപുട്ട് വോൾട്ടേജ് 4 വോൾട്ടേജ് ആയ കാരണം 4 വോൾട്ടേജിന് മേലെ എൻ്റെ 8 sin t എന്ന് പറയുന്ന ഇൻപുട്ട് വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ മാത്രമാണ് പ്ലസ് 12ലേക്ക് വരികയുള്ളൂ. അല്ലാത്ത കേസിൽ മൈനസ് 12ലേക്കായിരിക്കും വരിക. എന്താണ് എൻ്റെ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി ഓൺ ബൈ ടി ഓഫ് ആണ് ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. So it will be, my output will be look like this
because this is a comparator circuit. Either the output Vout will be plus 12 or minus 12. Okay, so this is the T on time, because positive plus 12 ആവുന്നതാണ് T on time ആയിട്ട് എടുക്കുന്നത്, നെഗറ്റീവ് 12 ആവുന്നത് ഓഫ് ടൈം ആയിട്ടാണ് എടുക്കുന്നത്, T ഓഫ് ആയിട്ടാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഈ സിഗ്നലിൻ്റെ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് T ആണ്. ദിസ് ഇസ് T. T is nothing but T on plus T off. Okay. Okay, what is duty cycle? Duty cycle is nothing but T on by T and duty cycle, and duty cycle in percentage is nothing but T on by T into 100% ആണ് ഡ്യൂട്ടി സൈക്കിൾ ഇൻ പെർസെൻറ്റേജ്. ഓക്കെ, നിങ്ങൾ പെർസെൻറ്റേജ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൺ ടൈം കൂടുതലാണ്. ഇപ്പോൾ ഓൺ ടൈം കൂടുതലാണെങ്കിൽ ഡ്യൂട്ടി സൈക്കിൾ, ഇപ്പം ഒരു പെർഫെക്റ്റ് സ്ക്വയർ വേവ് ആണെങ്കിൽ ഡ്യൂട്ടി സൈക്കിൾ 50% ആയിരിക്കും. കാരണം എന്താ, ഓൺ ടൈമും ഓഫ് ടൈമും കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ 1 സെക്കൻഡാണ് ഓൺ ടൈമെങ്കിൽ 1 സെക്കൻഡ് തന്നെയായിരിക്കും ഓഫ് ടൈം. അപ്പോൾ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡാണ്. അപ്പോൾ 1/2 ദാറ്റ് ഈസ് 50% ആയിരിക്കും ഡ്യൂട്ടി സൈക്കിൾ. ഇനി ഓൺ ടൈം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലോ, ഇപ്പോൾ ഓൺ ടൈം 2 സെക്കൻഡും ഓഫ് ടൈം 1 സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് 2/3 ആയിരിക്കും അതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. ഓക്കെ, ഡ്യൂട്ടി സൈക്കിൾ അങ്ങനെയാണ്. ഇനി നമ്മൾ റിയൽ സർക്യൂട്ടിലേക്ക് വരാം. അപ്പോൾ സർക്യൂട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 8 sin t ആണ് ഇൻപുട്ട് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കുന്നത്. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലായിട്ട് നമ്മൾ 4 വോൾട്ടേജും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുമെന്ന് നോക്കാം. സോ I have 8 sin t ആണ് എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ്. സോ ദിസ് ഈസ് മൈ ഇൻപുട്ട് Vin. സോ 8 sin t എന്ന് പറയുന്നത് ഇത് +8 വോൾട്ടേജ് ആണ്, -8 വോൾട്ടേജ് ആണ്. ആൻഡ് എൻ്റെ റെഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് 4 വോൾട്ടേജ് ആണ്, അല്ലെ, +4 വോൾട്ടേജ് ആണ് എൻ്റെ റെഫറൻസ് വോൾട്ടേജ് വരും. ഓക്കെ, സർക്യൂട്ടിൽ നോക്കിയാൽ മതി, +4 വോൾട്ടേജ് ആണ് എൻ്റെ റെഫറൻസ് വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ +4 വോൾട്ടേജിനേക്കാളും മേലെ ഇൻപുട്ട് വരുമ്പോൾ മാത്രമാണ് Vout പോസിറ്റീവ് ആവുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ Vout എന്ന് പറയുന്നത് നെഗറ്റീവാണ് വരിക. സോ ഇത് ഔട്ട്പുട്ട് ഞാൻ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സോ ദ ഔട്ട്പുട്ട് വേവ് ഫോം ഇവിടെ +4നേക്കാളും കൂടുതലാവുന്ന ടൈം ഇതാണ്, അല്ല, ഈ കണ്ടീഷനിൽ മാത്രമാണ് +4നേക്കാളും കൂടുതലാവുന്നു. അപ്പോൾ മാത്രമാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് VCCയിലേക്ക് പോവുള്ളൂ. ഓക്കെ, സോ അറ്റ് ദാറ്റ് ടൈം ഇത്രയും ടൈമിൽ മാത്രമാണ് VCCയിൽ ഉണ്ടാവുള്ളൂ. കൺസിഡർ ദിസ് ഈസ് +VCC, +12 വോൾട്ടേജ്. അല്ലാത്ത കണ്ടീഷനിലൊക്കെ -12 വോൾട്ടേജ് ആണ് വരിക. So the waveform will be look like this. ഇനി അടുത്ത ഇത് വരുമ്പോൾ മാത്രമാണ് ഇത് ഓൺ ആവുക. It will be like this. Okay. So hope this is clear. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഈ വേവ് ഫോം വന്നതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ വേവ് ഫോം ഇങ്ങനെയാണ് വന്നതെന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നമ്മൾ ഇവിടെ റെഫറൻസ് വോൾട്ടേജ് ഒന്നും കൊടുത്തില്ല എന്ന് വിചാരിക്കുക. ഇൻവെർട്ടിംഗ് ടെർമിനലിന് റെഫറൻസ് വോൾട്ടേജ് ഒന്നും കൊടുത്തില്ല. ഞാൻ 8 sin t എന്ന് പറയുന്ന വോൾട്ടേജ് മാത്രമേ കൊടുത്തുള്ളൂ എന്ന് വിചാരിക്കുക ഈ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ. അപ്പോൾ എന്താണ്, ജസ്റ്റ് ഇതൊരു കമ്പാരറ്റർ സർക്യൂട്ടാണ് വരിക. ഈ കമ്പാരറ്റർ സർക്യൂട്ട് എന്താണ്, ഇപ്പം നമ്മൾ ഫീഡ്ബാക്ക് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഒരു കമ്പാരറ്റർ സർക്യൂട്ടായിട്ടാണ് ആക്ട് ചെയ്യുക. ഈ കമ്പാരറ്റർ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് വെനെവർ ദിസ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ പോസിറ്റീവ് ടെർമിനൽ വോൾട്ടേജ് നെഗറ്റീവ് ടെർമിനൽ വോൾട്ടേജിനേക്കാളും കൂടുതലാവുന്നു, അപ്പോൾ ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് +VCCയിലേക്ക് ടോഗിൾ ചെയ്യും. അതായത് ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഗെയിൻ ആയ കാരണം ഇൻഫിനിറ്റിയിലേക്ക് ടോഗിൾ ആവും. ഓക്കെ,
അപ്പം ഞാനിപ്പോൾ ഇവിടെ 0 വോൾട്ടേജ് കൊടുക്കണമെങ്കിൽ 8 sin t ആണ് കൊടുത്തേക്കണമെങ്കിൽ എനിക്ക് പോസിറ്റീവ് സൈക്കിൾ വരുമ്പോൾ വി ഔട്ട് എന്ന് പറയുന്നത് പ്ലസ് വി സി സിയിലായിരിക്കും. നെഗറ്റീവ് വോൾട്ടേജിൽ വരുമ്പോൾ 0 വോൾട്ടേജിനേക്കാളും താഴെയായ കാരണം ഇത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മൈനസ് വി സാറ്റിലേക്ക് പോകും. അപ്പം പോസിറ്റീവ് സൈക്കിളിൽ എൻ്റെ ഔട്ട്പുട്ട് വി ഔട്ട് എന്ന് പറയുന്നത് പ്ലസ് വി സാറ്റ് ആയിരിക്കും, നെഗറ്റീവ് സൈക്കിളിൽ മൈനസ് വി സാറ്റ് ആയിരിക്കും ആ കണ്ടീഷനിൽ വരിക. ഇപ്പോൾ ഈവൻ ഈ ഇൻവെർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ഗ്രൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അത് ക്ലിയർ ആയല്ലോ, അതിനകത്ത് ഡൗട്ടില്ലല്ലോ. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു +4 വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. ഈ +4 വോൾട്ടേജ് കൊടുത്തേക്കുന്ന കാരണം ഈ +4 വോൾട്ടേജുമായിട്ടാണ് ഇത് ഇൻപുട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ എപ്പോൾ +4 വോൾട്ടേജിനേക്കാളും കൂടുതലാവുന്ന ഒരു പോസിറ്റീവ് വോൾട്ടേജ് ഈ സൈനസോയിഡൽ വോൾട്ടേജിൽ പ്ലസ് വോൾട്ടേജ് വരുന്നു, അപ്പോൾ മാത്രമേ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്ലസ് വി സാറ്റിലേക്ക് പോവുള്ളൂ. അപ്പോൾ 4 വോൾട്ടേജിനേക്കാളും താഴെ ഇൻപുട്ട് വോൾട്ടേജ് വരികയാണെന്ന് വിചാരിക്കുക, അപ്പോഴൊക്കെ വി ഔട്ട് എന്ന് പറയുന്നത് മൈനസ് വി സാറ്റിലേക്കായിരിക്കും പോകുന്നത്. അത് ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ വേവ് ഫോം ഇങ്ങനെ വന്നത്. എപ്പോൾ എൻ്റെ ഇൻപുട്ട് വേവ് ഫോം +4നേക്കാളും കൂടുതൽ വരുന്ന കണ്ടീഷനിൽ മാത്രമാണ് +12ലേക്ക് വരുന്നുള്ളൂ. എപ്പോൾ അത് 4 വോൾട്ടേജിനേക്കാളും താഴെ ആവുന്നു അപ്പോഴേക്കും -12ലേക്ക് വരും. ഓക്കെ, ഇനി എത്രയാണ്? അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഡ്യൂട്ടി സൈക്കിൾ 1/2നേക്കാളും 50%നേക്കാളും കുറവാണ്. കാരണം എന്താണ്? ഓൺ ടൈം കുറവാണ്, ഓഫ് ടൈമാണ് കൂടുതൽ. ഇനി എത്രയാണെന്ന് എങ്ങനെ നമുക്കറിയാൻ പറ്റും? നമുക്ക് ഇവിടെ ഈ പൊസിഷൻ എത്രയാണെന്ന് നമുക്കറിയാൻ പറ്റണം. ഇത് നമുക്ക് പൈ ആണെന്ന് അറിയാം, ഇത് 2π ആണെന്ന് അറിയാം. സിഗ്നൽ നോക്കുമ്പോൾ ഇത് പൈ ആണ്, ഇത് 2π ആണെന്ന് നമുക്കറിയാം. ഇനി ഈ പൊസിഷൻ ഇവിടം തൊട്ട് ഇവിടം വരെ എത്രയാണെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, ഇവിടം തൊട്ട് ഇവിടം വരെ ഈ പൊസിഷൻ എത്രയാണെന്ന് അറിയാൻ എന്താ ചെയ്യുന്നത്? ഈ പൊസിഷനിലെ വോൾട്ടേജ് എത്രയാണെന്ന് അറിയണം. ദിസ് ഈസ് T1, ദിസ് ഈസ് T2 ടൈമിൽ T1 ടൈമിൽ നമുക്ക് +4 വോൾട്ടേജ് ആണെന്ന് അറിയാം. അപ്പോൾ T1 ടൈമിൽ +4 വോൾട്ടേജ് ആണെങ്കിൽ ആ ടൈം എങ്ങനെ അറിയാൻ പറ്റും? അറ്റ് T1 8 sin t എന്ന് പറയുന്നത് 8 sin t ആണ് എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ്, +4 വോൾട്ടേജ് ആണ് അല്ലേ? 8 sin t എന്ന് പറയുന്നത് +4 വോൾട്ടേജ് ആണ്. സോ sin t ഈസ് ഈക്വൽ ടു 1/2 ആണ്, +4 ഡിവൈഡഡ് ബൈ 2 ആണ്. സോ t ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/2 ആണ്. വാട്ട് ഈസ് സൈൻ ഇൻവേഴ്സ് 1/2? സൈൻ ഇൻവേഴ്സ് 1/2 ഈസ് π/6 ആണ്. സോ ദിസ് ഈസ് π/6. സോ ദ ടൈം T1 എന്ന് പറയുന്നത് ഇത് പൈ ആണെങ്കിൽ ഇത് π/6 ആണ്. ഓക്കെ, സോ ദിസ് ടൈം T2 എന്ന് പറയുന്നത് π - π/6 ആണ് അല്ലേ? T2 എന്ന് പറയുന്നത് ഈ ടൈം തന്നെയായിരിക്കും ഈ ടൈം വരിക അല്ലേ? 4 വോൾട്ടേജ് ആണ്. അപ്പോൾ T2 എന്ന് പറയുന്നത് T2 ഈസ് നത്തിങ് ബട്ട് π - π/6, ദാറ്റ് ഈസ് 5π/6. അപ്പോൾ ഈ എഫക്റ്റീവ്ലി ഓൺ ടൈം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഓൺ ടൈം ഓൺ ടൈം എന്ന് പറയുന്നത് 5π/6 - π/6. അത്രയും ടൈമിലേ ഓൺ ടൈം ഉണ്ടാവുള്ളൂ അല്ലേ? ഈ T2 - T1 വരെയാണ് നമുക്ക് ഓൺ ടൈം ഉണ്ടാവുള്ളൂ. T1 ഈസ് നത്തിങ് ബട്ട് T2 - T1. ഓക്കെ, അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. 5π/6 - π/6 ഈസ് ഈക്വൽ ടു 4π/6. 4π/6 ആണ് എൻ്റെ T1 ടൈം. ടോട്ടൽ ടൈം പീരീഡ് എന്താണ്? ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് T എന്ന് പറയുന്നത് എന്താണ്? 2π ആണ് ടോട്ടൽ ടൈം പീരീഡ്. സോ വാട്ട് ഈസ് ഡ്യൂട്ടി സൈക്കിൾ? ഡ്യൂട്ടി സൈക്കിൾ ഈസ് ഈക്വൽ ടു T1 by total T into 100% ആണ്. So that means T1 is equal to 4π/6 minus divided by 2π into 100%. Okay, that is 2/6 into 100%, that is 1/3 into 100%, that is 33.33%. This is the duty cycle. ക്ലിയർ ആയോ? ഞാനൊന്നുകൂടെ പറയണത്, ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും?
ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുക. അപ്പം നമ്മൾ 1 by 1 സ്റ്റെപ്പായിട്ട് ആദ്യം ഇതെന്താണ് ഒരു സർക്യൂട്ട് എന്ന് മനസ്സിലാക്കുക. ആ സർക്യൂട്ടിൽ നിന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തിലേക്കാണ് നമ്മൾ എത്തേണ്ടതെന്ന് നമ്മൾ നോക്കുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റുമെന്ന് നോക്കുക. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ തന്നെ ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ഇതിനകത്ത് 33.33% കാണുന്നുണ്ടോന്ന്. ഓക്കെ, സോ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. ഞാൻ കുറച്ച് പ്രോബ്ലം പറ്റുമോ നോക്കട്ടെ, നിങ്ങൾക്ക് അസൈൻമെൻറ്റ് പോലെ തരാം, നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യിച്ച പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് സാറ്റർഡേ മോർണിംഗ് ആണ്, അതിന് മുമ്പായിട്ട് നിങ്ങൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.